ആക്ച്വലി ദിസ് ഇസ് ആൻ ഇൻട്രോ വീഡിയോ. ഇന്നലെ ഞങ്ങൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇൻട്രോ വീഡിയോ ഞാൻ ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നില്ല, എൻഡിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞങ്ങൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഷോപ്പിങ്ങിന്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂട്ട് വീഡിയോ കണ്ടിട്ട് വാ. നമ്മൾ ഇന്നൊരു കുഞ്ഞി റിങ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഇത് വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടക്കുന്ന ഈ മുതലിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നനഞ്ഞു വരണതിൽ എത്ര നേരം വേണമെന്നറിയോ? വേറൊരു റൂംമേറ്റ് നീതി ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. അവരെന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാ വരുന്നത്. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ബാക്കിൽ നിന്ന് സൗമ്യ ചേച്ചി വോയിസ് ഓവർ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിരിക്കണേ, എന്തൊക്കെയൊക്കെയോ പറയുന്നു. ഇതായി കരാമ സെൻറ്റർ. ഇവിടെ ഏതെങ്കിലും ജ്വല്ലറി കയറാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ഈസിലി ആക്സസിബിളായിട്ട് ജ്വല്ലറീസ് ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അപ്പം എവിടുന്നെങ്കിലും നമുക്ക് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷനായി ഒരുപാട് ജ്വല്ലറീസ് ഉള്ളതുകൊണ്ട് ഫൈനലി നമ്മൾ നിലയിൽ കയറി. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിങ്ങൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അവരൊരു ജ്യൂസ് തന്നു കുടിക്കാൻ. അങ്ങനെ ജ്വല്ലറിയൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് സാൻഡലിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നീതു ചേച്ചിക്ക് സാൻഡൽസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. അതെ, എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ പിന്നെയും അവരെന്തൊക്കെയോ കാര്യമായി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. സോ ഞാൻ ഇങ്ങനെ മുന്നിൽ നടന്ന് ഞാൻ എൻ്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പോന്നു. യെസ് ഗായ്സ്, നമ്മൾ റീച്ചായി. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചു നോക്ക്, സൗമ്യ ചേച്ചി രാജിവെക്കണം. സൗമ്യ ചേച്ചി ഇസ് സോ കൺഫ്യൂസ്ഡ്. വെക്കണോ വേണ്ടേ, റിസൈൻ ചെയ്യണോ വേണ്ടയോ എന്ന്. ഞാൻ പറഞ്ഞു ചെയ്തിട്ട് നാട്ടിൽ പൊക്കോളെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഒരു കുട്ടി വ്ളോഗായിരുന്നു. That's it. See you in another video and bye.